ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഷാരി സയൻസ് വേൾഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൈക്കോളജി ക്വസ്റ്റ്യൻ പേപ്പറാണ്. കേട്ടറ്റ് ഫെബ്രുവരി 2020 നടന്നിട്ടുള്ള കാറ്റഗറി 3 സൈക്കോളജിയുടെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: കൺസ്ട്രക്റ്റിവിസം ഈസ് വൺ ഓഫ് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഓപ്ഷൻ എ പിയാഷെ, ഓപ്ഷൻ ബി ജോൺ ഡ്യൂയി, ഓപ്ഷൻ സി പൗലോ ഫ്രെയർ, ഓപ്ഷൻ ഡി വൈഗോട്സ്കി. കൺസ്ട്രക്റ്റിവിസം ഈസ് വൺ ഓഫ് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ്. കൺസ്ട്രക്റ്റിവിസം ആരുടെ കോൺട്രിബ്യൂഷൻ ആണ്? ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ എ പിയാഷെ. പിയാഷെ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് ആർ ഫൂട്ടിംഗ് ഓൺ ഓപ്ഷൻ എ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്ഷൻ ബി ഒപ്പറൻറ്റ് കണ്ടീഷനിങ്, ഓപ്ഷൻ സി സിറ്റുവേഷണൽ കണ്ടീഷനിങ്, ഓപ്ഷൻ ഡി ടെക്നോ ഫ്രണ്ട്ലി കണ്ടീഷനിങ്. കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് ഏതാണ് ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണോ, ഒപ്പറൻറ്റ് കണ്ടീഷനിങ് ആണോ, സിറ്റുവേഷണൽ കണ്ടീഷനിങ് ആണോ, അതോ ടെക്നോ ഫ്രണ്ട്ലി കണ്ടീഷനിങ് ആണോ? കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ്. യെസ്, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഒപ്പറൻറ്റ് കണ്ടീഷനിങ് ആണ് കറക്റ്റ് ആൻസർ. Next question: learners' prior knowledge assessment will help a teacher to choose option A need-based teaching learning strategies, option B right-based gatherings, option C plan for group assignments, option D guidelines for reference. Learners' prior knowledge assessment will help a teacher to choose. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ എ നീഡ് ബേസ്ഡ് ടീച്ചിങ് ലേണിംഗ് സ്ട്രാറ്റജീസ് ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: അക്കോർഡിംഗ് ടു ദ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറീസ് ദ ചൈൽഡ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കാഷ്വൽ തിങ്കിങ് ആൻഡ് സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റേഷൻ ഇൻ എ പീരീഡ് ഓഫ് ഓപ്ഷൻ എ ഇൻഫാൻസി, ഓപ്ഷൻ ബി ഏർലി അഡോളസൻസ്, ഓപ്ഷൻ സി കോൺക്രീറ്റ് ഓപ്പറേഷൻസ്, ഓപ്ഷൻ ഡി ലേറ്റർ അഡോളസൻസ്. അക്കോർഡിംഗ് ടു കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറിസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചൈൽഡ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കാഷ്വൽ തിങ്കിങ് ആൻഡ് സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റേഷൻ. ഏത് പീരിയഡിലാണ് ചൈൽഡിന് കാഷ്വൽ തിങ്കിങ്ങും സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റേഷനൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ ബി ഏർലി അഡോളസൻസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ സ്ട്രാറ്റജീസ് ആർ യൂസ്ഡ് ടു അസസ് ഓപ്ഷൻ എ ലേണിംഗ് progress and failures during the teaching learning process, option B levels of achievement at the end of the class, option C performance level at the beginning of the class, option D causes and remedies of persistent learning problems during the course of a class. Diagnostic evaluation strategies are used to assess. എന്ത് അസസ് ചെയ്യാനാണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നത്? യെസ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. കോസസ് ആൻഡ് റെമഡീസ് ഓഫ് പെർസിസ്റ്റൻറ്റ് ലേണിംഗ് പ്രോബ്ലംസ് ഡ്യൂറിങ് ദ course of a class. That is the correct answer. Okay. Next question: the chairman of Podu Vidyabhyasa Samrakshana Yajnam is option A General Education Minister, option B Higher Education Minister, option C Chief Minister, option D Finance Minister. പൊതു വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ചെയർമാൻ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ആരാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ചെയർമാൻ? യെസ്, ചീഫ് മിനിസ്റ്റർ ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഒലീന ഡോമിനേറ്റ്സ് ഇൻ ബ്രെയിൻസ്റ്റോം സെഷൻസ്. മോസ്റ്റ് പ്രോബബ്ലി യു ഫീൽ സർട്ടൈൻ ഇൻറ്ററപ്ഷൻസ് ആസ് എൻ ഇൻടോളറബിൾ ന്യൂസൻസ്. ഹൗ ഡു യു ഡീൽ ദ സിറ്റുവേഷൻ? Option A take it easy and don't mind her comments or queries. Option B ask other students to comment on her ideas and to propose alternative perspectives. Option C firmly ascertain her to keep silence. Option D make a personal request to don't disturb. എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഒലീന
ഡോമിനേറ്റ്സ് ഇൻ ബ്രെയിൻ സ്റ്റോം സെഷൻസ് ആണ്. ആ കുട്ടി ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കുട്ടിയാണ്, കൂടുതൽ ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അതിന് നമ്മൾ എടുക്കേണ്ട ഡിസിഷൻ എന്താണ്? യെസ്, ഓപ്ഷൻ ബി ആണ്. ആസ്ക് അതർ സ്റ്റുഡൻസ് ടു കമൻറ്റ് ഓൺ ഹെർ ഐഡിയാസ് ആൻഡ് ടു പ്രപ്പോസ് ആൾട്ടർനേറ്റീവ് പെർസ്പെക്റ്റീവ്സ്. അതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. Next question. Chairman of Drafting Committee of National Education Policy 2019. Chairman of Drafting Committee of National Education Policy 2019 NEP ആണ്. ഓപ്ഷൻ എ കസ്തൂരി രംഗൻ, ഓപ്ഷൻ ബി രാമചന്ദ്രൻ, ഓപ്ഷൻ സി വസുധ കമ്മാട്ട്, ഓപ്ഷൻ ഡി മഞ്ജുൽ ഭാർഗവ. ആരാണ് NEP 2019 ചെയർമാൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഓപ്ഷൻ ഇ കസ്തൂരി രംഗൻ ആണ് NEP 2009 ചെയർമാൻ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ എ സ്റ്റിമുലസ് സിമിലർ ടു ദ കണ്ടീഷണൽ സ്റ്റിമുലസ് ആൾസോ എലിസിറ്റ്സ് എ റെസ്പോൺസ് ഈസ് ദ തിയറി ഡെവലപ്ഡ് ബൈ ഓപ്ഷൻ എ അരിസ്റ്റോട്ടിൽ, ഓപ്ഷൻ ബി ഇവാൻ പാവ്ലോവ്, ഓപ്ഷൻ സി പ്ലാറ്റോ, ഓപ്ഷൻ ഡി ഇവാൻ ഇല്ലിച്ച്. A stimulus similar to the conditional stimulus also elicits a response is the theory developed by. ആര് ഡെവലപ്പ് ചെയ്ത തിയറിയാണ്? യെസ്, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഇവാൻ പാവ്ലോവ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഏജൻസി എൻറ്റൈറ്റിൽഡ് ടു ലുക്ക് ആഫ്റ്റർ എഡ്യൂക്കേഷണൽ ടെക്നോളജി ഇൻ കേരള. ഓപ്ഷൻ എ SEIT, ഓപ്ഷൻ ബി SCERT, ഓപ്ഷൻ സി SIET, ഓപ്ഷൻ ഡി SIEMAT, CMAT എന്ന് പറയും. ഏതാണ് കറക്റ്റ് ആൻസർ? ഏജൻസി എൻറ്റൈറ്റിൽഡ് ടു ലുക്ക് ആഫ്റ്റർ എഡ്യൂക്കേഷണൽ ടെക്നോളജി ഇൻ കേരള. യെസ്, ഓപ്ഷൻ സി SIET ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. Next question. The best way to nourish critical thinking in a classroom environment is option A behaviorism, option B critical pedagogy, option C mechanopedagogy, option D self-sustaining. Best way to nourish critical thinking in a classroom environment. ഏതാണ് ബെസ്റ്റ് വേ? യെസ്, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്രിട്ടിക്കൽ പെഡഗോഗിയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Next question. Curriculum should foster the development of problem-solving skills through the process of inquiry and discovery. Who is behind this advocacy? Option A Jerome Bruner, option B Jean Piaget, option C Sigmund Freud, option D Kurt Lewin. Curriculum should foster the development of problem-solving skills through the process of inquiry and discovery. ഹു ഈസ് ബിഹൈൻഡ് ദിസ് അഡ്വക്കസി? ഈ അഡ്വക്കസിയുടെ പിന്നിലുള്ളത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ജെറോം ബ്രൂണർ. ജെറോം എസ് ബ്രൂണർ ആണ് ഇങ്ങനൊരു വാദം മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലേണിംഗ് ത്രൂ മദർ ടങ് വിൽ ഹെൽപ്പ് എ ലേണർ ടു. ഓപ്ഷൻ എ അറ്റൈൻ ലേണിംഗ് സ്ട്രാറ്റജീസ്, option B attain educational goals, option C comprehend others voices, option D comprehend content easily. Learning through mother tongue എങ്ങനെയാണ് ലേണറിനെ ഹെൽപ്പ് ചെയ്യുന്നത്? മദർ ടങ് ലേൺ ചെയ്യുന്നത് ലേണറിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? യെസ്, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി കോംപ്രിഹെൻഡ് കണ്ടന്റ് ഈസിലി. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Key objective of continuous and comprehensive evaluation is option A prepare progress report, option B identify students weakness, option C scaffold students for further improvement, option D motivate to write more and more examinations. The key objective of continuous and comprehensive evaluation ഏതാണ് ഇതിൻ്റെ key objective എന്ന് പറയുന്നത്? യെസ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സ്കഫോൾഡ് സ്റ്റുഡൻസ് ഫോർ ഫർദർ ഇംപ്രൂവ്മെൻറ്റ്. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് 2016 assures opportunity for option A special education, option B inclusive education, option C special education zone, option D special skill education.
റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് 2016 ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? യെസ്, ഓപ്ഷൻ ബി ആണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഡസ് എ ടീച്ചർ യൂസ് ലേണിംഗ് എയ്ഡ്സ്? ഓപ്ഷൻ എ, മേക്ക് ദ ക്ലാസ് കളർഫുൾ. Option B, optimize attainment level of learning outcomes. Option C, avoid transmission loss. Option D, encourage the teacher by eliminating stage fright. Make the class colorful, optimize attainment level of learning outcomes. Option C, avoid transmission loss. Option D, encourage the teacher by eliminating stage fright. Which one is the correct answer? Yes, option B ആണ്. Avoid transmission loss. That is the correct answer. Okay. Next question. Level of aspiration refers to option A, where and how far individuals set goals for emancipation. Option B, where and how far individuals determines their destiny. Option C, where and how far individuals set their targets for achievement. Option D, where and how far individuals set goals for attained learning outcomes. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? യെസ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വേർ ആൻഡ് ഹൗ ഫാർ ഇൻഡിവിജ്വൽസ് സെറ്റ് ദെയർ ടാർഗറ്റ്സ് ഫോർ അച്ചീവ്മെൻറ്റ്. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫക്റ്റീവ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ക്ലാസ് റൂം ടീച്ചിങ് ഈസ് Option A, circular. Option B, linear. Option C, branched. Option D, reciprocal. Effective way of communication in classroom teaching. Effective ആയിട്ട് ക്ലാസ് റൂം ടീച്ചിങ് കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള ഏത് മെത്തേഡാണ്? യെസ്, റെസിപ്രോക്കൽ ടീച്ചിങ് മെത്തേഡാണ് എഫക്റ്റീവ് വേ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വൺ ഓഫ് ദ മേജർ ബാരിയേഴ്സ് ഫോർ സക്സസ്ഫുൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഈസ് ഓപ്ഷൻ എ, ടീച്ചേഴ്സ് ആറ്റിറ്റ്യൂഡ്. Option B, lack of students' readiness. Option C, lack of parents' readiness to send children to school. Option D, inappropriate classroom environment. One of the major barriers for successful inclusive education. എന്താണ് സക്സസീവ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഇടയിലുള്ള ബാരിയേഴ്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ടീച്ചേഴ്സ് ആറ്റിറ്റ്യൂഡ്. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. Next question. Which is the pedagogical movement that values experience over learning facts at the expense of understanding what is being taught? Option A, transactional education. Option B, creative creators. Option C, creative commons. Option D, progressive education. Which is the pedagogical movement that values experience over learning facts at expense of understanding what is being taught? ഏതാണ് ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, ഓപ്ഷൻ ഡി, പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് എ പ്രൊജക്റ്റീവ് ടെസ്റ്റ്? ഓപ്ഷൻ എ, ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഓപ്ഷൻ ബി, റോസ്ചാച്ച് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ്. ഓപ്ഷൻ സി, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ഓപ്ഷൻ ഡി, സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് എ പ്രൊജക്റ്റീവ് ടെസ്റ്റ് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്? യെസ്, ഓപ്ഷൻ എ ആണ്. ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എഡ്യൂക്കേഷൻ ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ലിസ്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓപ്ഷൻ എ, സെൻട്രൽ. ഓപ്ഷൻ ബി, സ്റ്റേറ്റ്. ഓപ്ഷൻ സി, കൺകറൻറ്റ്. ഓപ്ഷൻ ഡി, ഷെഡ്യൂൾഡ്. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, കൺകറൻറ്റ് ലിസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Home based education is recommended for those children who are option A, bedridden. Option B, imprisoned. Option C, bored. Option D, abused. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഹോം ബേസ്ഡ് എഡ്യൂക്കേഷൻ ആർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തതാണ്? യെസ്, ബെഡ് റിഡൺ ചിൽഡ്രൻസിന് വേണ്ടിയിട്ടാണ് ഹോം ബേസ്ഡ് എഡ്യൂക്കേഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. Next question. The ego defense mechanism is option A, part of the ego state that prevents emotional thinking.
Option B, part of the unconscious that attempts to control unacceptable it influences. Option C, part of the reflections to reduce psychological barriers. Option D, part of the ego state from which it develops. Which one is the correct answer? Yes, option B is the correct answer. Part of the unconscious that attempts to control unacceptable it influences. That is the correct answer. Next question. I don't care attitude of a learner reflects. Option A, sublimation. Option B, aggression. Option C, denial. Option D, regress. I don't care attitude എന്താണ് ചോദിച്ചിരിക്കുന്നത്? യെസ്, ഓപ്ഷൻ സി ഡിനയൽ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. John, a 9th standard student, has a complaint on the scores that he scored in a subject. He argues that he deserves better score and only because of the teacher's personal reasons he lost it. Suppose you are the teacher, how do you tackle this issue? Option A, make it clear from the beginning exactly what you expect in papers or tests. Option B, argue him on the teacher's ethics and try to make him believe your integrity. Option C, tell him to hand over the complaint to higher authority. Option D, give more scores after revaluing the answer. ഏതാണ്? 9th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റ് ആണ്. കംപ്ലൈൻറ്റ് ഓൺ ദ സ്കോർസ് ദാറ്റ് ഹി സ്കോർഡ് ഇൻ എ സബ്ജക്റ്റ്. ഒരു സബ്ജക്റ്റിൽ സ്കോർ ചെയ്ത മാർക്കിനെ കുറിച്ച് കുട്ടിക്ക് ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. ഹി ആർഗ്യൂസ് ദാറ്റ് ഹി ഡിസേർവ്സ് ബെറ്റർ സ്കോർസ് ആൻഡ് ഓൺലി ബിക്കോസ് ഓഫ് ദ ടീച്ചേഴ്സ് പേഴ്സണൽ റീസൺസ് ഹി ലോസ്റ്റ് ഇറ്റ്. ടീച്ചറുടെ പേഴ്സണൽ റീസൺസ് കാരണമാണ് കുട്ടിക്ക് മാർക്ക് നഷ്ടമായത് എന്ന് പറഞ്ഞ് കുട്ടി അതിന് കംപ്ലൈൻറ്റ് നൽകുകയാണ്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ ആയിട്ട് വരുന്നത്? യെസ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. മേക്ക് ഇറ്റ് ക്ലിയർ ഫ്രം ദ ബിഗിനിങ് എക്സാക്ട്ലി വാട്ട് യു എക്സ്പെക്ട് ഇൻ പേപ്പേഴ്സ് ഓർ ടെസ്റ്റ്. അത് ആദ്യം മുതലേ നമ്മൾ ക്ലിയർ ചെയ്ത് മേക്ക് ഇറ്റ് ക്ലിയർ ഫ്രം ദ ബിഗിനിങ് മുതൽ അത് ക്ലിയർ ചെയ്ത് വരികയാണ് വേണ്ടത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് question, rewards and punishment is considered to be option A, extrinsic motivation, option B, intrinsic motivation, option C, extra motivation, option D, intelligent motivation. Rewards and punishment ഏതിലാ വരിക? യെസ്, ഓപ്ഷൻ എ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ് റിവാർഡ്സ് ആൻഡ് പണിഷ്മെൻറ്റ്സ്. ഓപ്ഷൻ എ is the correct answer. Next question. School readiness skills are developed and most free time is spent playing with the friends are major characteristics of option A, infancy, option B, early childhood, option C, early adulthood, option D, late childhood. School readiness skills are developed and most free time is spent playing with friends are major characteristics of. ആരുടെ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടാണ് വരുന്നത്? യെസ്, ഓപ്ഷൻ ബി ഏർലി ചൈൽഡ്ഹുഡ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ ആൻഡ് കെയർ പ്ലാൻ ഡിസൈൻ ഫോർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ വിൽ ഹെൽപ്പ് ടു ഓപ്ഷൻ എ മോട്ടിവേറ്റ് ചിൽഡ്രൻ ടു ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ സ്പോർട്സ് ആക്ടിവിറ്റീസ്. Option B, motivate children to actively participate in artistic activities. Option C, scaffold children to attain highest score. Option D, scaffold children to attain daily living skills. Which one is the correct answer? Individual education and care plan. ഏതാണ് ഇതിലെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സ്കഫോൾഡ് ചിൽഡ്രൻ ടു അറ്റൈൻ ഡെയിലി ലിവിങ് സ്കിൽസ്. That is the correct answer. Next question. The psychoanalytic experts explain a phenomenon as an attempt to integrate values learned from parents and society. How do you name it? Option A, ego. Option B, sublimation. Option C, id. Option D, superego. Psychoanalytic experts explain a phenomenon as an attempt to integrate values learned from parents and society. പാരൻസിൽ നിന്ന് ലേൺ ചെയ്യുന്നതും സൊസൈറ്റിയിൽ നിന്ന് ലേൺ ചെയ്യുന്നതും ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ളതാണ്. അതിനുള്ള ഒരു ഫിനോമിനൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? യെസ്, ഓപ്ഷൻ
D ആണ് കറക്റ്റ് ആൻസർ, സൂപ്പർ ഈഗോ. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. Next question, 5E in constructivist classroom implications denote. Option A, engage, explain, explore, ensure and evaluate. Option D, evaluate, engrave, explore, explain and explode. Option C, engage, explore, explain, elaborate and evaluate. Option D, engrave, explain, explore, ensure and evaluate. ഏതാണ് 5E'സിൽ വരുന്നത്? യെസ്, ഓപ്ഷൻ സി, engage, explore, explain, elaborate and evaluate. That is the correct answer. Next question, Piaget's development theory highlights that the children can reason about hypothetical entities in the option A, pre-operational stage, option B, sensory motor stage, option C, formal operational stage, option D, concrete operational stage. ഏതാണ് കറക്റ്റ് ആൻസർ? ചിൽഡ്രൻ ക്യാൻ റീസൺ അബൌട്ട് ഹൈപ്പോത്തറ്റിക്കൽ എൻറ്റിറ്റീസ് ആണ്. ഏതാ ഇതിലെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, ഓപ്ഷൻ സി, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേം ക്രിട്ടിക്കൽ പെഡഗോഗി ഇസ് കോയിൻഡ് ബൈ. ഓപ്ഷൻ എ, ഹെൻറി ഗിറോഡ്സ്. ഓപ്ഷൻ ബി, മൈക്കിൾ ആപ്പിൾ. ഓപ്ഷൻ സി, ഇറാ ഷോർ. ഓപ്ഷൻ ഡി, ജോൺ ഡ്യൂയി. ക്രിട്ടിക്കൽ പെഡഗോഗി ഇസ് കോയിൻഡ് ബൈ. ഓപ്ഷൻ എ, ഹെൻറി ഗിറോക്സ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് കേരളാസ് 24/7 ഒഫീഷ്യൽ എഡ്യൂക്കേഷണൽ ചാനൽ? ഓപ്ഷൻ എ, വിക്ടേഴ്സ്. ഓപ്ഷൻ ബി, വിഗ്യാൻ ഭാരതി. ഓപ്ഷൻ സി, ഗ്യാൻ ദർശൻ. ഓപ്ഷൻ ഡി, എജു വിക്ടേഴ്സ്. കേരളാസ് 24/7 ഒഫീഷ്യൽ എഡ്യൂക്കേഷണൽ ചാനൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, വിക്ടേഴ്സ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഇന്ത്യൻ മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ പ്രൊക്ലൈംസ് ദാറ്റ് നോളജ് ആൻഡ് വർക്ക് ആർ നോട്ട് സെപ്പറേറ്റ് ആസ് ഇറ്റ്സ് ബേസിക് പ്രിൻസിപ്പിൾ. വിച്ച് ഈസ് ദ മോഡൽ? ഓപ്ഷൻ എ, നായ് താലിം. ഓപ്ഷൻ ബി, നളന്ദ. ഓപ്ഷൻ സി, വിശ്വഭാരതി. ഓപ്ഷൻ ഡി, തക്ഷശില. ഏതാണ്? വിച്ച് ഈസ് ദ മോഡൽ ആണ് എന്നാണ്, മോഡൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ. ഏതാണ്? യെസ്, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഓപ്ഷൻ എ ആണ്, നായ് തലീം ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഡിജിറ്റൽ ലേണിംഗ് മെറ്റീരിയൽ repository suitable for your classroom? Option A, Samagra. Option B, Sampurna. Option C, Samanvaya. Option D, Swayam. ഡിജിറ്റൽ ലേണിംഗ് മെറ്റീരിയൽ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ലേണിംഗ് മെറ്റീരിയൽ? യെസ്, ഓപ്ഷൻ എ, സമഗ്ര ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എക്സിസ്റ്റിംഗ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഈസ് ഫോർമുലേറ്റഡ് ഇൻ ദ ഇയർ. Option A, 2007. Option B, 2005. Option C, 2009. Option D, 2016. എക്സിസ്റ്റിംഗ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർമുലേറ്റ് ചെയ്ത ഇയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി, 2005 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഓഫ് ടീച്ചിങ് എമംഗ് ദ ഫോളോവിങ് ഡസ് അഷ്വർ മാക്സിമം ഇൻവോൾവ്മെൻറ്റ് ഓഫ് ദ ലേണർ? ഓപ്ഷൻ എ, lecture. Option B, brainstorming. Option C, group discussion. Option D, project. ഏതാണ്? വിച്ച് മെത്തേഡ് ഓഫ് ടീച്ചിങ് എമംഗ് ദ ഫോളോവിങ് ഡസ് അഷ്വർ മാക്സിമം ഇൻവോൾവ്മെൻറ്റ് ഓഫ് ദ ലേണർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി, പ്രോജക്റ്റ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Next question, which of the following is not a stage of moral development proposed by Kohlberg? Option A, pre-conventional stage. Option B, conventional stage. Option C, formal operational stage. Option D, post-conventional stage. Which of the following is not a stage of moral development? Moral development വരാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ സി, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എക്സിസ്റ്റിംഗ് കേരള കരിക്കുലം ഫ്രെയിംവർക്ക് ഈസ് ഫോർമുലേറ്റഡ് ഇൻ ദ ഇയർ. ഓപ്ഷൻ എ, 2007. ഓപ്ഷൻ ബി, 2005. ഓപ്ഷൻ സി, 2009. ഓപ്ഷൻ ഡി, 2016.
വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ എ 2007 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നൊരു സൈക്കോളജി ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.